One of the first things that we should learn in valve programming is how can a robot specify the location of an end effector. So for defining that, the data that we are talking about for the case of robot location is both the position data and the orientation. So end effector position and orientation has to be represented. So when we are talking about, in terms of valve programming, when we are talking about a point or a position, then we are talking about the position with respect to the Cartesian reference. That means x, y, z value. ഇപ്പോൾ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ എക്സ് വൈ സെഡ് ആണ്. ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് പോയിന്റ് വരുന്നുണ്ട്, എക്സ് വൈ സെഡ് എന്താണ് അതിൻ്റെ പൊസിഷൻ, അത് കൂടാതെ പ്ലസ് ആൻഡ് ഓറിയൻറ്റേഷൻ ഓൾസോ ഹാസ് ടു ബി ദെയർ. അതാണ് ലൊക്കേഷൻ. സോ ലൊക്കേഷൻ മീൻസ് പൊസിഷനും വേണം, ഓറിയൻറ്റേഷനും വേണം. So while executing the motion instruction, the robot tool will move, or the robot tool end effector, okay, it will move to the specified destination point, and the orientation will define where it is going to be oriented. So for that we have to define the location. There are two methods of defining the robot location. One is the precision point, another one is called as the transformation. Precision point എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം നമ്മുടെ കയ്യിൽ സപ്പോസ് ഒരു റോബോട്ട് ആം ഇരിക്കുന്നതിനകത്ത് 3 ജോയിൻസ് ഉണ്ട്, 3 ആംഗുലർ ജോയിൻസ് ആണ്. സോ ഇഫ് സപ്പോസ് പ്രിസിഷൻ പോയിന്റ് വഴിയാണ് ഞാൻ ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യുന്നതെങ്കിൽ ഞാൻ ആ ജോയിൻസിൻ്റെ ആംഗിൾ എഴുതും. For example, I will say first joint has to be 90 degree, second joint should be 180 degree, the third joint should be, let's say, 40 degree angle. അപ്പോൾ ഈ 3 ആ ജോയിൻറ്റിൽ സെറ്റ് ചെയ്ത് കഴിയുമ്പം എക്സാക്ട്ലി അതിൻ്റെ പൊസിഷനിൽ പോയി അത് നിൽക്കും. സോ പ്രിസിഷൻ പോയിന്റിൽ when a location is expressed in terms of positions of the individual robot joints, then we call it as a precision point. Whereas in transformation, we define the location of the end effector directly with the help of x, y, z coordinates. The location values are expressed in terms of Cartesian coordinates, that means x, y, z, and orientation angle of the robot tool relative to the reference frame which is fixed at the robot base. അപ്പോൾ റോബോട്ട് ബേസിനെ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഓറിയൻറ്റേഷനാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. There is something called as relative transformation യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതിനാണ് കോമ്പൗണ്ട് ട്രാൻസ്ഫോർമേഷൻസ്. കോമ്പൗണ്ട് ട്രാൻസ്ഫോർമേഷനകത്ത് നമ്മൾ എഴുതുക ഒരു ലൊക്കേഷൻ വേറൊരു ലൊക്കേഷൻ്റെ റിലേറ്റീവായിട്ട് എഴുതും. അതിങ്ങനെ സ്ട്രിങ്സ് ആയിട്ട്. അപ്പം ഫസ്റ്റ് ലൊക്കേഷൻ വിൽ ബി ബേസ്ഡ് ഓൺ ബേസ്, ദ സെക്കൻഡ് ലൊക്കേഷൻ വിൽ നോട്ട് ബി ബേസ്ഡ് ഓൺ ബേസ്. സെക്കൻഡ് ലൊക്കേഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക ഫസ്റ്റ് ലൊക്കേഷൻ്റെ ബേസിസിലായിരിക്കും, മൂന്നാമത്തെ ലൊക്കേഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക തേർഡ് ലൊക്കേഷൻ്റെ ബേസിസിലായിരിക്കും. അങ്ങനെ സ്ട്രിങ് ആയിട്ട് ഒന്ന് ബാക്കിലായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ലൊക്കേഷൻ ഡിഫൈൻ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ സ്റ്റേറ്റ്മെൻറ്റ് വിൽ ബി ലൈക്ക് ദിസ്: ഡിഫൈൻ P1 is the location, the point, okay. So define P1 and I have given these values. So first value 12.45 എന്ന് പറഞ്ഞാൽ x ൻ്റെ വാല്യൂ, 1.34 എന്ന് പറഞ്ഞാൽ y ൻ്റെ വാല്യൂ, 6.32 എന്ന് പറഞ്ഞാൽ z ൻ്റെ വാല്യൂ. ഈ ലാസ്റ്റ് 2 വാല്യൂ അതിൻ്റെ ഓറിയൻറ്റേഷൻ ആണ് ഡിഫൈൻ ചെയ്യുന്നത്. സോ വി ക്യാൻ ഡിഫൈൻ ഇറ്റ് ഇൻ ദിസ് മെത്തേഡ്. നെക്സ്റ്റ് വി ഹാവ് ടു ലുക്ക് അറ്റ് ദ മോഷൻ കമാൻഡ്സ്. So these are the methods by which we define the robot location: precision point and transformation. അപ്പോൾ ഇതിനകത്ത് ഡിഫൈൻ ആണ് യൂസ് ചെയ്യുന്നത്, അതല്ലാതെ വേറെ യൂസ് ചെയ്യാറുണ്ട്. വിൽ ലുക്ക്